മെഡിസപ്പുമായി ബന്ധപ്പെട്ട് ജീവനക്കാർക്കോ പെൻഷൻകാർക്കോ ഉള്ള പരാതികൾ പരിഹരിക്കുന്നതിനായി നിലവിലുള്ള ഓൺലൈൻ സംവിധാനമാണ് മെഡിസപ്പ് കെയർ. ഇതിൽ പരാതികൾ പരിഹരിക്കുന്നതിന് 2 തരത്തിലുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ട്. അതിനായി മെഡിസപ്പ് സൈറ്റ് ഓപ്പൺ ചെയ്ത് ഗ്രീവൻസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ലെവൽ 1 ഗ്രീവൻസ് ഫയലിംഗ്, ലെവൽ 2 ഗ്രീവൻസ് ഫയലിംഗ് എന്നീ 2 ഓപ്ഷനുകൾ കാണാവുന്നതാണ്. ഡേറ്റയുമായി ബന്ധപ്പെട്ട പരാതികൾ സമർപ്പിക്കുന്നതിനായി ഒന്നുകിൽ ഇൻഷുറൻസ് കമ്പനിയെ കോൾ ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് മെയിൽ അയക്കാവുന്നതാണ്. അതിനായി ലെവൽ 1 ഗ്രീവൻസ് ഫയലിംഗ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ കാണുന്ന 180042500237 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ ഇൻഷുറൻസ് കമ്പനിയെ ബന്ധപ്പെടാവുന്നതാണ്. അല്ലെങ്കിൽ അതിന് താഴെയായി ക്ലിക്ക് ഹിയർ ടു ലോഗിൻ ആൻഡ് സബ്മിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഇതുപോലൊരു പേജിലേക്കാണ് എത്തുന്നത്. ഇവിടെ അക്കൗണ്ട് ടൈപ്പ് ബെനിഫിഷ്യറി എന്ന് കാണാം. തുടർന്ന് മെഡിസപ്പ് ഐഡിയും പെൻ നമ്പർ അല്ലെങ്കിൽ PPO നമ്പറും നൽകി സൈൻ ഇൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതുപോലൊരു പേജിലേക്കാണ് ലോഗിൻ ചെയ്യുന്നത്. ലോഗിൻ ചെയ്യുന്ന പേജിലെ ഗ്രീവൻസസ് എന്ന ഓപ്ഷനിൽ ആദ്യം ടൈപ്പ് ഓഫ് ഗ്രീവൻസ് സെലക്ട് ചെയ്ത് നൽകുക. 3 ഓപ്ഷനുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്: ഡേറ്റ റിലേറ്റഡ്, ഹോസ്പിറ്റൽ റിലേറ്റഡ്, അതർ. ആവശ്യമായ ഓപ്ഷൻ സെലക്ട് ചെയ്ത് നൽകുക. യുവർ മൊബൈൽ നമ്പർ, ഇവിടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് നൽകുക. അതിന് താഴെയായി മെയിൽ ID എൻ്റർ ചെയ്ത് നൽകുക. കംപ്ലൈന്റ് അല്ലെങ്കിൽ ഗ്രീവൻസ് എന്താണെന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് നൽകുക. ഇത്രയും വിവരങ്ങൾ നൽകിയതിനു ശേഷം താഴെയായി കാണുന്ന റേസ് ഗ്രീവൻസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് സബ്മിറ്റഡ് ഗ്രീവൻസ്, ടിക്കറ്റ് ID നമ്പർ എന്നൊരു ID നമ്പറും ഇവിടെ കാണാവുന്നതാണ്. താഴെയായി ഗ്രീവൻസസ് റേസ്ഡ് ബൈ യു എന്ന രീതിയിൽ ടിക്കറ്റ് ID, ടൈപ്പ്, ഗ്രീവൻസ് അല്ലെങ്കിൽ കംപ്ലൈന്റ്, ഡേറ്റ് എന്നീ വിശദാംശങ്ങൾ കാണാവുന്നതാണ്. ഇത് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ടിക്കറ്റ് ID അല്ലെങ്കിൽ ടോക്കൺ ID ലെവൽ 2 ഗ്രീവൻസ് ഫയൽ ചെയ്യുന്നതിനായി ലോഗിൻ ചെയ്യുന്നതിന് ആവശ്യമാണ്. ലെവൽ 1-ൽ ഇൻഷുറൻസ് കമ്പനി നൽകുന്ന മറുപടി ഇൻഷുർഡിന് തൃപ്തികരമല്ലെങ്കിൽ ലെവൽ 2 ഗ്രീവൻസ് ഫയൽ ചെയ്യാവുന്നതാണ്. അതിനായി താഴെയായി കാണുന്ന ക്ലിക്ക് ഹിയർ ടു ലോഗിൻ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഇതുപോലൊരു പേജിലേക്കാണ് എത്തുന്നത്. ഇവിടെ ബെനിഫിഷ്യറി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. മെഡിസപ്പ് ID, എംപ്ലോയി ID, ലെവൽ 1-ൽ ഗ്രീവൻസ് ഫയൽ ചെയ്തപ്പോൾ ലഭിച്ച ടോക്കൺ ID എന്നിവ നൽകി ജനറേറ്റ് OTP എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് OTP വരും. ആ OTP നൽകി ലോഗിൻ ചെയ്യുക. ഇതുപോലൊരു പേജിലേക്കാണ് എത്തുന്നത്. ഇവിടെ ഗ്രീവൻസ് ഫയൽ ചെയ്യുന്നതിനായി ന്യൂ ഗ്രീവൻസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ഡിസ്ട്രിക്ട് വെയർ ഹോസ്പിറ്റൽ ലൊക്കേറ്റഡ്, ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്ന ജില്ല, ടൈപ്പ് ഓഫ് ഗ്രീവൻസ്, ഗ്രീവൻസ് സബ്ജക്ട് അതിവിടെ ടൈപ്പ് ചെയ്ത് നൽകുക. ഗ്രീവൻസ് ഇൻക്ലൂഡ് ഹോസ്പിറ്റൽ നെയിം, ഹോസ്പിറ്റൽ നെയിം കൂടി ഉൾപ്പെടുത്തിയുള്ള ഗ്രീവൻസ് ഇവിടെ ടൈപ്പ് ചെയ്ത് നൽകുക. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അത് ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്ത് നൽകാവുന്നതാണ്. തുടർന്ന് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്തതിനു ശേഷം സബ്മിറ്റ് ചെയ്യാതെ പുറത്തിറങ്ങിയാൽ ആ ഗ്രീവൻസ് പ്രോസസിംഗ് എന്ന ഓപ്ഷനിലായിരിക്കും ലഭ്യമാകുന്നത്. അത് കാണുന്നതിനായി പ്രോസസിംഗ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ കംപ്ലൈന്റ്, ഗ്രീവൻസ് ID, ടൈപ്പ്, ഡേറ്റ്, സ്റ്റാറ്റസ് എന്നീ ഡീറ്റെയിൽസ് കാണാവുന്നതാണ്. കൂടുതൽ വിശദാംശങ്ങൾ കാണുന്നതിനായി വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ കാണാവുന്നതാണ്. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ വരുത്താവുന്നതാണ്. തുടർന്ന് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗ്രീവൻസ് രജിസ്റ്റേർഡ് സക്സസ്ഫുള്ളി എന്നൊരു അലേർട്ട് മെസ്സേജ് കാണാവുന്നതാണ്. ഫയൽ ചെയ്ത ഗ്രീവൻസസ് എന്ന ഓപ്ഷനിലൂടെ കാണാവുന്നതാണ്. കാണുന്നതിനായി വ്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
ഇതുപോലെ വിശദാംശങ്ങൾ കാണാവുന്നതാണ്. ഇവിടെ താഴെയായി ഫുൾ ബാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഫുൾ ബാക്ക് ചെയ്താൽ ഇവിടെ ഗ്രീവൻസസ് എന്ന ഓപ്ഷനിൽ സ്റ്റാറ്റസ് ഫുൾ ബാക്ക് എന്ന് കാണാവുന്നതാണ്. ഫുൾ ബാക്ക് ചെയ്തതിനു ശേഷം വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അത് വരുത്തിയതിനു ശേഷം സബ്മിറ്റ് ഗ്രീവൻസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗ്രീവൻസ് സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്നൊരു അലേർട്ട് മെസ്സേജ് കാണാവുന്നതാണ്. ഇൻബോക്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഫയൽ ചെയ്ത ഗ്രീവൻസിന്റെ മറുപടി ഇവിടെ കാണാവുന്നതാണ്. ഗ്രീവൻസ് ID, നോട്ടിഫിക്കേഷൻ, എന്ന് സെൻഡ് ചെയ്തു തുടങ്ങിയ വിശദാംശങ്ങൾ ഇവിടെ കാണാവുന്നതാണ്. കൂടുതൽ വിശദാംശങ്ങൾ കാണുന്നതിനായി വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഹോം പേജ് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ 2 ഓപ്ഷനുകൾ കാണാവുന്നതാണ്. നോട്ടിഫിക്കേഷൻസ്, ഗ്രീവൻസസ്. ഹോം പേജിൽ കാണുന്ന ഗ്രീവൻസസ് എന്ന ഓപ്ഷനും ഇടതുഭാഗത്തായി കാണുന്ന ഗ്രീവൻസസ് എന്ന ഓപ്ഷനും ഒന്ന് തന്നെയാണ്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബെനിഫിഷ്യറി ഫയൽ ചെയ്തിട്ടുള്ള ഗ്രീവൻസുകളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കാണാവുന്നതാണ്. നോട്ടിഫിക്കേഷൻസ് എന്ന ഓപ്ഷനും ഇടതുഭാഗത്തായി കാണുന്ന ഇൻബോക്സ് എന്ന ഓപ്ഷനും ഒന്ന് തന്നെയാണ്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫയൽ ചെയ്ത ഗ്രീവൻസുകളുടെ മറുപടി കാണാവുന്നതാണ്. ഇവിടെ ഫയൽ ചെയ്യുന്ന ഗ്രീവൻസ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് അടുത്ത ലെവലായ ജില്ലാ തലത്തിലേക്കാണ് പോകുന്നത്. അതായത് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ജില്ലാ സമിതി ഇത് പരിശോധിച്ച് ഗ്രീവൻസിന് മറുപടി നൽകുന്നതാണ്. അത് ഇൻഷുർഡിന്റെ ഇൻബോക്സിൽ ലഭ്യമാകുന്നതാണ്. ഡിസ്ട്രിക്ട് ലെവലിൽ നിന്ന് വന്നിട്ടുള്ള മറുപടി ഇൻഷുർഡ് അല്ലെങ്കിൽ ബെനിഫിഷ്യറിക്ക് ലോഗിൻ ചെയ്ത് കാണാവുന്നതാണ്. സബ്മിറ്റ് ചെയ്ത ഗ്രീവൻസസ് എന്ന ഓപ്ഷനിൽ നിന്ന് കാണാവുന്നതാണ്. ഇവിടെ ഫയൽ ചെയ്തിട്ടുള്ള ഗ്രീവൻസുകൾ, ഗ്രീവൻസ് ID, ടൈപ്പ്, ഡേറ്റ്, സ്റ്റാറ്റസ് എന്നിവ കാണാവുന്നതാണ്. സ്റ്റാറ്റസ് അണ്ടർ ഡിസ്ട്രിക്ട് ലെവൽ പ്രോസസ്സിംഗ് ആണെങ്കിൽ വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫയൽ ചെയ്ത ഗ്രീവൻസിന്റെ വിശദാംശങ്ങൾ കാണാവുന്നതാണ്. സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഗ്രീവൻസ് സ്റ്റാറ്റസ്, എന്നാണ് സബ്മിറ്റ് ചെയ്തത്, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ആരാണ്, ഡിസ്ട്രിക്ട് ലെവൽ വെരിഫിക്കേഷൻ ചെയ്തത് ആരാണ്, വെരിഫിക്കേഷൻ ചെയ്ത തീയതി തുടങ്ങിയ വിശദാംശങ്ങൾ കാണാവുന്നതാണ്. ഫീഡ്ബാക്സ് ആൻഡ് ക്ലോസിംഗ് നോട്ട്സ് എന്നിടത്ത് ഡിസ്ട്രിക്ട് ലെവലിൽ നിന്നുള്ള ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ക്ലോസിംഗ് നോട്ട്സ് എന്താണെന്ന് കാണാവുന്നതാണ്. ഡിസ്ട്രിക്ട് ലെവലിൽ നിന്ന് വന്നിട്ടുള്ള ഫീഡ്ബാക്കിൽ ഇൻഷുർഡ് അല്ലെങ്കിൽ ബെനിഫിഷ്യറി സംതൃപ്തനാണെങ്കിൽ ഗ്രീവൻസ് ഇവിടെ ക്ലോസ് ചെയ്യാവുന്നതാണ്. അതിനായി ഫീഡ്ബാക്ക് നൽകി ഗ്രീവൻസ് ക്ലോസ് ചെയ്യുക. ലോഗിൻ ചെയ്ത് ഗ്രീവൻസസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ അയച്ചിട്ടുള്ള ഗ്രീവൻസ് ക്ലോസ്ഡ് അറ്റ് ഡിസ്ട്രിക്ട് ലെവൽ എന്ന് കാണാവുന്നതാണ്. വിശദമായി കാണുന്നതിനായി വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അയച്ചിട്ടുള്ള ഗ്രീവൻസിന്റെ വിശദാംശങ്ങൾ ഇവിടെ കാണാവുന്നതാണ്. ഇത് ഡിസ്ട്രിക്ട് ലെവലിൽ ക്ലോസ് ചെയ്തിട്ടുള്ള ഗ്രീവൻസ് ആണ്. ഡിസ്ട്രിക്ട് ലെവലിൽ നിന്ന് വന്നിട്ടുള്ള ഫീഡ്ബാക്കിൽ ഇൻഷുർഡ് അല്ലെങ്കിൽ ബെനിഫിഷ്യറി സംതൃപ്തനാണെങ്കിൽ ഗ്രീവൻസ് ഇവിടെ ക്ലോസ് ചെയ്യാവുന്നതാണ്. അതിനായി ഫീഡ്ബാക്ക് നൽകി ഗ്രീവൻസ് ക്ലോസ് ചെയ്യുക. അതല്ല ഡിസ്ട്രിക്ട് ലെവലിൽ നിന്ന് വന്നിട്ടുള്ള ഫീഡ്ബാക്കിൽ ഇൻഷുർഡ് അല്ലെങ്കിൽ ബെനിഫിഷ്യറി സംതൃപ്തനല്ല എങ്കിൽ സ്റ്റേറ്റ് ലെവലിലേക്ക് അപ്പീൽ ചെയ്യാവുന്നതാണ്. അതിനായി അപ്പീലുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് നൽകുക. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അതിവിടെ അപ്ലോഡ് ചെയ്ത് നൽകാവുന്നതാണ്. തുടർന്ന് സബ്മിറ്റ് അപ്പീൽ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്പീലിന് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. നേരത്തെ ഡിസ്ട്രിക്ട് ലെവലിലേക്ക് പോയതുപോലെ തന്നെ ഇതിപ്പോൾ സ്റ്റേറ്റ് ലെവലിലേക്കാണ് അപ്പീലിന് അയക്കാവുന്നത്. സ്റ്റേറ്റ് ലെവലിൽ നിന്നും ഇതുപോലെ ഫീഡ്ബാക്ക് വരുന്നതാണ്. അതിലും ഇൻഷുർഡ് അല്ലെങ്കിൽ ബെനിഫിഷ്യറി സംതൃപ്തനല്ലെങ്കിൽ വീണ്ടും അപ്പലറ്റ് ലെവലിലേക്ക് അപ്പീലിന് അയക്കാവുന്നതാണ്. അപ്പലറ്റ് ലെവലിൽ നിന്നും ഗ്രീവൻസിന് തീർപ്പ് കൽപ്പിച്ചുള്ള ഫീഡ്ബാക്ക് വരുന്നതാണ്. അപ്പലറ്റ് ലെവൽ കമ്മിറ്റിയുടെ തീരുമാനം അന്തിമമായിരിക്കും.